കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ പകലിലും ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അറിയണം, നമ്മളെ ജീവിതത്തെ മുന്നേറാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയുന്നത് ചില അപവാദിയായ പിശാചാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിയണം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവനായും താഴ്ത്തിക്കളയുന്ന ചില അപവാദങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ പറഞ്ഞു തുടങ്ങും. ഇതിൻ്റെ പുറകിലെല്ലാം വ്യാപരിക്കുന്നത് ഒരു ഇരുട്ടിൻ്റെ അധികാരങ്ങളാണ്. നിങ്ങളെപ്പോഴും തിരിച്ചറിയണം, ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, ചില പൈശാചിക ശക്തികളുണ്ട്. ഈ ശക്തികൾ നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയാവോ? നമ്മളെ നമ്മുടെ പ്രാർത്ഥന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെ ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും. നമ്മൾ ആത്മാവിൻ്റെ നിറവിനകത്ത് ശുശ്രൂഷിക്കാൻ വരുന്ന ശുശ്രൂഷകൾ അവസാനിക്കുന്നു. എഴുതിയ ദൈവം തന്ന വചനത്തെ പറയാൻ മേലെന്ന്, അങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്തുകൊണ്ട്. ഇതൊരു നെഗറ്റീവ് പവറാണ്, ഇതൊരു പൈശാചിക ശക്തിയാണ്. ചിലപ്പോൾ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ചില അപവാദങ്ങൾ നമ്മളെക്കുറിച്ച് പരത്തും. ഇതെല്ലാം പരത്തുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ ചില വാഗ്ദത്തങ്ങളിലേക്കും ചില അനുഗ്രഹത്തിലേക്കും കടന്നു പോകുന്നു എന്ന് പിശാചിൻ്റെ അകത്ത് ഒരു തോന്നൽ വരുന്ന. പിശാച് അങ്ങനെ നമ്മളെ തകർക്കുവാൻ നിൽക്കും. ഹല്ലേലൂയ! എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചറിയാം, പല മേഖലകളിൽ നിങ്ങൾ അപവാദങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഈ അപവാദങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചെയ്തതൊന്നുമല്ല. പക്ഷേ നിങ്ങളെക്കുറിച്ച് ലോകം പല അപവാദങ്ങൾ പറഞ്ഞു വരുത്തും. ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ, ഒരു ഡൈവോഴ്സിൻ്റെ വശങ്ങളിൽ വരെ ആയിത്തീർന്നൊരു പെൺകുഞ്ഞിനെ കുറിച്ച് കേൾക്കുവാനിടയായി. എൻ്റെ അപ്പം പറഞ്ഞു, കുഞ്ഞിനെ ഡൈവോഴ്സ് ഞങ്ങൾ ചെയ്യാൻ പോവുക എന്ന് പറയുവാനിടയായി. അതിൻ്റെ കാരണങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ, അതായത് ഈ കല്യാണം കഴിച്ച മനുഷ്യൻ പറയുന്നു, ഈ കുഞ്ഞിനെ കുറിച്ച് പറയുന്നു, ഇവർക്ക് ചാരിത്ര ശുദ്ധി ഇല്ലാത്തവളാണ്. പിടികിട്ടുന്നുണ്ടോ? ഈ കുഞ്ഞ് വളരെ മോശപ്പെട്ട നിലവാരത്തിൽ ഈ പെൺകുഞ്ഞ് വളരെ മോശമായി ജീവിക്കുന്ന ആളാണ് എന്ന് ഇവരുടെ ഭർത്താവ് പറയുക. അപ്പോൾ ഒരു അപവാദം പറഞ്ഞൊരു ഭവനത്തിനകത്തൊക്കെ സ്വസ്ഥതകൾ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗൺസിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അരികിൽ ചെല്ലാനിടയായി. ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു ഈ പുള്ളി തന്നെ തീരായിട്ട് പറഞ്ഞു, ഇവർക്ക് പലരുമായി ബന്ധമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു വരിക. പറഞ്ഞു വന്നതിന് ശേഷം കൗൺസിൽ ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞു, ഈ പെൺകുഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. നല്ല സുന്ദരിയായ, നല്ല സമൃദ്ധിയായ ഒരു പെൺകൊച്ച്. ഇവനെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ലാത്ത പോലത്തെ ഒരു ചെറുപ്പക്കാരൻ. ഇവനോട് പറഞ്ഞ് പുറത്തുനിന്ന് ഇറങ്ങി നിൽക്ക്, എനിക്ക് ഈ കുഞ്ഞുമായിട്ടൊന്ന് സംസാരിക്കണം. ഇവനെ പുറത്തിറക്കിയതിന് ശേഷം ഈ പെൺകുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ നിൻ്റെ വിദ്യാഭ്യാസം എന്തുണ്ട്? അവൾ പറഞ്ഞ് MSc MEdകാരിയാ. ഈ മനുഷ്യനോ, ഇവൻ സ്കൂളിൽ പോയത് മാത്രമേ ഉള്ളൂ. പിന്നെങ്ങനെ? സാഹചര്യം. ഞങ്ങളുടെ വീട്ടിൽ 4-5 പെൺകുട്ടികൾ, എൻ്റെ ഇളയത്തുങ്ങൾ നിൽക്കുകയാണ്. എനിക്ക് പ്രായമായി വരുന്നു. സാഹചര്യങ്ങൾ നോക്കി എന്നെ ഈ ഭവനത്തിൽ കൊണ്ട് കല്യാണം കഴിച്ചതാ. സാഹചര്യമായിട്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വന്നത്, ഈ പെൺകുഞ്ഞ് പല സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോഴും പലരും ചോദിക്കും, അയ്യോ നിനക്ക് ഇവനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഇവരെ എഴുതി, അയ്യോ നല്ല വിദ്യാഭ്യാസമുള്ള, ഇവനൊന്നുമില്ലാത്തവനല്ലേ എന്നെല്ലാം പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇവൻ്റെ അകത്തൊരു തോന്നലുണ്ടായി, ഇവൾക്ക് ശരീരശുദ്ധി ഇല്ലാത്തവളെന്ന് പറഞ്ഞാൽ ഇവിടെ തലയ്ക്കൊരടി കൊടുത്താൽ ആമേൻ, ഇവളെന്നേക്കും താഴ്ച നിൽക്കുവാൻ ഒരവസരമാണ്. ഇതുപോലെ തന്നെ പിശാചിൻ്റെ പ്രവൃത്തികൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു മനുഷ്യൻ അറിഞ്ഞതുപോലും ആയിരിക്കില്ല. അവരെക്കുറിച്ച് അപവാദം പരത്തുന്നതിൻ്റെ മുന്നേ ഉദ്ദേശം എന്നറിയോ? അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളാണ്. അതാരെക്കുറിച്ചും പറയും. ഞാൻ ഇന്ന് ഈ വചനം എടുത്തുകൊണ്ടിരുന്ന കാര്യമാണ്. ആരെക്കുറിച്ച് വേണ്ടി എന്ത് പറയും? പക്ഷേ ഇന്ന് അതിന്മേൽ ഒരു വിരാമം ഇടാൻ പോവുക. നിന്നെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ അപവാദം പറയുന്നുണ്ടെങ്കിൽ അതിന്മേൽ സ്വർഗത്തിലെ ദൈവം മറുപടി തരാൻ പോവുക.
എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. നിന്നെക്കുറിച്ചോ നിന്റെ തലമുറകളെക്കുറിച്ചോ അപവാദം പരത്തുവാൻ നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ, ചില മണ്ഡലങ്ങൾക്കകത്ത് ചില കുടുംബങ്ങൾക്കകത്തറിയാം. സഹോദരന്മാരെ തന്നെ ഭിന്നിപ്പിക്കുന്ന അറിയാം. പറയും നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് ഏതാണ്ട് ചെയ്തു വെച്ചത് കൊണ്ടാ നിന്റെ ഈ ഭവനത്തിനോ ഇങ്ങനെ കൊണ്ടുവരുന്ന അനേക നെഗറ്റീവ് പവറുകളെ തൊടുത്തുവിടുന്ന ചില ദേശത്തിനകത്ത് നിൽക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രവചിച്ചു പറയുക, ആ ശക്തികളെ മടക്കി അയച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. ആ ശക്തികൾ ഇനി എഴുന്നേക്കാൻ പാടില്ല. ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചേ മതിയാകുള്ളൂ. ഏലിയാവിന്റെ മേലിരുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ, യേശുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവുണ്ടെങ്കിൽ, അവൻ തലമുറകൾക്കെതിരായി അപവാദം വരുത്തുന്ന ആ ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്നതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ പോരാടാനുള്ളതല്ല ദൈവമക്കൾ, പിശാചിനെ ലേലം വിളിക്കാനുള്ളതല്ല ദൈവമക്കൾ. അപവാദം പറയുന്നവർ ഇന്ന് പകലിൽ അറിഞ്ഞോ, നിന്റെ നാവിന്മേൽ ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ നിന്നെ ഉടച്ചു മാറ്റുന്ന ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പല കുടുംബങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന അപവാദിയായ പിശാചുണ്ടല്ലോ, അത് ചലിക്കപ്പെടുവാൻ ഇനിയും അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അത് നിന്റെ ഭവനത്തിലെ വരത്തുള്ളൂ എന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയാ. അവൻ ദൈവമക്കൾക്കെതിരായി വാദിക്കാൻ നിൽക്കുന്ന, അവൻ തലമുറകൾക്കെതിരായി വാദിക്കാൻ നിൽക്കുന്ന അപവാദിയായ പിശാചിനോട് യേശുവിന്റെ നാമത്തിൽ കരമെടുത്ത് മാറ്റുവാൻ കൽപ്പിക്കുക. ഇത് ആത്മാവിന്റെ തീയുടെ അഭിഷേകമാ, ഇത് കൃപയുടെ സ്ഥലമാ. അല്ലെങ്കിൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉയർച്ചയിലേക്ക് പോകാൻ നിൽക്കുന്ന പല കുടുംബങ്ങളെ തകരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പല കുടുംബങ്ങൾ ഞാൻ പറയാം, പലരും വിളിച്ച് രാത്രികളൊക്കെ വിളിച്ച് പറയുന്നത് കരയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പകലിലറിയണം, പലരെക്കുറിച്ചും അപവാദം പറഞ്ഞ് പലരാത്മഹത്യയിലേക്ക് പോകുന്ന പോലും കണ്ടിട്ടുണ്ട്. ഇത് വ്യാപരിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരമാണെങ്കിൽ ഇന്ന് പകൽ പൗലോസിനോട് യേശു പറഞ്ഞ പോലെ മുള്ളിൻ്റെ മേൽ ഉതയ്ക്കാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. മുള്ളിൻ്റെ മേൽ ഉതയ്ക്കാൻ നിൽക്കല്ലത്. ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അതിൽ ഇത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഞാൻ ഇതിനോട് ചേർന്ന് ഞാൻ വചനം എടുത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, പിശാച് സകല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളുമായിട്ട് നല്ല റിലേഷൻ, നല്ല ബന്ധമുള്ള ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് അതും ഇതും എല്ലാം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങ് അകലും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ അനുഭവത്തിൽ കൂടെ പോയിട്ടുണ്ടോ? അനുഭവത്തിൽ പോയിട്ടുള്ളവർക്ക് സ്തോത്രം. ഞങ്ങൾ അനുഭവത്തിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്ന കാലമാണ്. ഇതെല്ലാം പിശാചിൻ്റെ ചില തന്ത്രങ്ങളാണ്. അതിൻ്റെ മുകളിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മൾ കാണാത്ത ചില ഇരുട്ടിൻ്റെ അധികാരങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പോലെ വന്ന് പിശാച് അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും വരുന്നെങ്കിൽ യേശു സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മൾ ചിലപ്പോൾ നല്ല ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനൊരു സംഭവം കയറി വരുന്നത്, അല്ലേ? ഇങ്ങനൊരു സംഭവം കയറി വരും, പെട്ടെന്ന് നമ്മൾ എന്നാ എടുക്കും? നമ്മളങ്ങ് തളർന്നു പോകും. ഇത്ര ലക്ഷ്യമേ ഉള്ളൂ പിശാചിൻ്റെ ലക്ഷ്യം. അത് ചില വ്യക്തികൾ കൂടെ വേണേലും പ്രയോഗിക്കാം. നിങ്ങൾ നോക്കിക്കോണം, യോസെപ്പിലേക്ക് ഒന്ന് നോക്കിക്കോണം. അതിനകത്ത് കിടക്കുന്നതിന് മുമ്പ് പറയാം, യോസെപ്പിലേക്ക് ഒന്ന് കിടക്കുമ്പോൾ യോസെപ്പ് കണ്ട ഒരു ദർശനമുണ്ട്, അല്ലേ? യോസെപ്പ് കണ്ട ഒരു ദർശനമാണ് സഹോദരന്മാരുടെ അകത്ത് അസൂയ വിട്ടത്. രണ്ടാമത്തെ മടങ്ങ് യോസെപ്പിന് പൊട്ടക്കെട്ടി കിടക്കുന്നു. അടുത്ത പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. ചെയ്യാത്ത ഒരു കുറ്റം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊരു പിശാചിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ യേശു കർത്താവ് പറയുക, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ഞാൻ പ്രത്യക്ഷനായത് എന്ന് പകലിൽ അറിയണം. ഹല്ലേലൂയ. അപവാദിയുടെ ശക്തികൾ ക്ഷയിക്കപ്പെടുകയും നന്മകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു കാലം വരും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത
ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. ദൈവം പറയുക, ദൈവസഭയോട് ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ, ആരുടെ ഇഷ്ടത്തിനകത്ത് അല്ലോ എന്നോടൊന്ന് പറഞ്ഞേ. ദൈവം ഒരു ദൈവസഭയ്ക്കകത്തൊരു ശുശ്രൂഷകനെ അഭിഷേകം ചെയ്ത് നിർത്തുമ്പോൾ, ദൈവസഭയ്ക്കകത്ത് ഒരു ഇടയനെ ദൈവം തമ്പുരാൻ കരുതി നിർത്തുമ്പോൾ, എങ്ങനെ പറയുന്നത്, നിങ്ങളുടെ മനസ്സിനൊത്ത ഇടയന്മാരെ ദൈവം നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്കൊരു പ്രതികൂലം വരുമ്പോഴേ, നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോഴേ, പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഇതിനുള്ള കൃപ ആര് കൊടുക്കുന്നു? സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു. പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധി ഇരിക്കാനല്ല, പ്രതികൂലം വന്നാൽ പ്രതികൂലത്തിനകത്ത് അങ്ങനെ ഇരുന്നോളാനല്ല, പ്രതികൂലത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശു നല്ല ഇടയനാ. അതിനെക്കുറിച്ച് ഇങ്ങോട്ട് വന്നേ. സങ്കീർത്തനക്കാരൻ 23-ാമത്തെ വാക്യത്തിന് എടുക്കണമെന്നില്ല. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും. എന്തുകൊണ്ട്? നല്ല ഇടയനായതുകൊണ്ട്. എന്നിട്ട് പറയുന്നു, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എവിടെയാ നിൽക്കുന്നേ? ശത്രുവിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഇടയൻ. ആമേൻ. രണ്ടാമത് പറയുന്നു, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ലഭിക്കപ്പെടുവാൻ ഉയർന്നു നിൽക്കുന്ന ചില പച്ചിലകൾ ആഗ്രഹിച്ചിട്ട് തലത്തിൽ ലഭിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ കോലുകൊണ്ട് ഇടയൻ അതിനെ താഴ്ത്തി ആടിന് കൊടുക്കും. ഇടയന്റെ ശുശ്രൂഷ, ഇടയന്റെ വേലയ്ക്കകത്ത് നിങ്ങൾ അറിയണം, ദൈവം ആക്കി വെക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാണ്. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അപ്പൊ ഇവിടെ പറയുന്നു, ഇടയന്മാർ അവർ നിങ്ങളെ ജ്ഞാനത്തോടും അവർ ബുദ്ധിയോടും കൂടെ മേയിക്കും. അവർ നടത്തിപ്പ് നോക്കിക്കോണം. അപ്പോൾ ഒരു പ്രതിസന്ധിക്കകത്തൊരു പ്രതികൂലം വന്നാൽ അതിന്മേൽ ജയം കൊടുക്കേണ്ടത് ആരുടെ ജോലിയാ? ഇടയന്മാരുടെ ജോലിയാ. ദൈവസഭയ്ക്കകത്ത് അവർ ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഏതു സമയവും എല്ലാ സമയത്തും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാണ്. സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. സങ്കീർത്തനം 34-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 34-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 34. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. യഹോവയുടെ വിശുദ്ധന്മാരെ ആരെ ഭയപ്പെടണം? നിങ്ങൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ആരെ ആരാധിക്കണം? ദൈവത്തെ മഹത്വം ആർക്ക് കൊടുക്കണം? നിങ്ങൾ ഈ ഭൂമിയിലുള്ള മനുഷ്യനല്ല കൊടുക്കേണ്ടത്. ഈ മനുഷ്യൻ ഇന്ന് കാണും, നാളെ അവൻ മറഞ്ഞു പോവും. അതൊരു മായ എത്രയെന്നാ പറയുന്നത്. ഈ ലോകത്തുനിന്ന് അത് മാറ്റപ്പെട്ടു പോവും. എന്നാൽ യഹോവ അല്ലെങ്കിൽ ദൈവം ആദ്യനും അന്ത്യനുമാ. അവൻ ക്രിയേറ്ററാ, അവൻ സൃഷ്ടാവാണ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം ഈ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ മാറിപ്പോയാൽ അടുത്ത കാലഘട്ടം കഴിഞ്ഞ് അടുത്തയാൾ വരുന്നു, ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് മാറ്റമില്ലാതെ നിൽക്കുന്നവനാ. അവൻ ആൽഫയും ഒമേഗയുമായവനാ. അവൻ ആദ്യനും അന്ത്യനുമായവനാ. സകലവും അവന്റെ വാക്കിനാൽ ഉളവായതാ. അവൻ രാജാതിരാജാവും കർത്താതികർത്താവുമാ. സകലത്തിന്റെ മുകളിൽ വസിക്കുന്നവനാകിയാൽ ദൂതന്മാർ അവനെ, സറാഫുകൾ അവനെ ആരാധിക്കുന്നവനാ. അവനെ ഇന്ന് പകൽക്കാലം അറിയണം. അവനെ ആരാധിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയുന്ന യഹോവയുടെ വിശുദ്ധന്മാരെ എന്ത് ചെയ്യണം? അവനെ ഭയപ്പെട്ട്, അവനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും ഒരു മുട്ടും ഉണ്ടാകത്തില്ല. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ? ഇന്ന് പകലിൽ ഉറങ്ങിയോ? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാണേലും നിനക്കുള്ള നന്മ വന്നിരിക്കുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനും ആയിരിക്കുന്നവരോട് പറയാം, നിങ്ങൾക്കൊന്നിനും എന്ത് ചെയ്യത്തില്ല? മുട്ടുണ്ടാകത്തില്ല.
ഉണ്ടാകത്തില്ല. ആമീൻ. എന്തുകൊണ്ട്? ആമീൻ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലാദൽഫിയയിലുള്ള വായിക്കാൻ പറ്റും. സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാത്ത വണ്ണം തുറക്കുകയും അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂവെങ്കിലും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്റെ വചനത്തെ കാക്കുന്നവൻ, എന്റെ നാമത്തെ നിഷേധിക്കാത്തവൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ഒരു അനുഗ്രഹത്തിലേക്ക് ഒരുവൻ പോകണമെന്ന് വരികിൽ, ഒരു ഉയർച്ചയിലേക്ക് പോകണം വരികിൽ, നന്മയുടെ വാതിൽ തുറക്കണമെങ്കിൽ ആമീൻ എന്ത് ചെയ്യണം? വചനത്തെ, എൻ്റെ വചനത്തെ കാക്കുന്നവനും എൻ്റെ നാമത്തോട് നിഷേധമില്ലാത്തവനുമാണെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് അറിയണം, ആമീൻ നിനക്കൽപ്പമേ ശക്തിയുള്ളെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? നിന്റെ കഴിവിനേക്കാൾ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ, നിനക്കതിനേക്കാൾ ഉപരിയായി ദൈവം നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നിന്റെ കഴിവല്ല കുഞ്ഞ്, നിന്റെ പ്രാപ്തിയല്ല കുഞ്ഞ്, അതിനേക്കാൾ വലിയൊരു സർവശക്തനായ ദൈവമാണ് നിന്നെ വിളിച്ചത്. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ ഭാവിയെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ശൈലികളെ മാറ്റുവാൻ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. അവന്റെ പ്രവൃത്തികളാണ് എന്റെ മേൽ വരാൻ പോകുന്നത്. ഒരു പിശാചിനും എന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ആർക്കും തുറക്കാൻ മേലാത്തോ തുറക്കുകയോ, ആർക്കും തുറക്കാൻ മേലാത്തോ അടയ്ക്കുകയും ചെയ്യുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ വാതിലിന് തമ്പുരാൻ അടച്ചു കളയോ. ആമേൻ. നിന്റെ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ, പിശാചിന് നീ നാവിനെ വിട്ടുകൊടുത്താൽ, ദൈവസഭയ്ക്കെതിരായി സംസാരിക്കാൻ നിന്ന, ദൈവ മക്കൾക്കെതിരെ വാദിക്കാൻ നിന്ന ചില വാതിലുകൾ അടയപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം അറിയണം, ദൈവ മക്കളെ തൊടുവാൻ. അതുകൊണ്ട് ആമേന്റെ വചനം പറയുക, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ, എന്റെ ഉള്ളം കൈ വരച്ച രേഖ പോലെ ഞാൻ അവരെ വിളിച്ചെങ്കിൽ, നിനക്കെതിരായി ചില വാദങ്ങളുമായി ഇറങ്ങിയ, നിന്റെ തലമുറയ്ക്കെതിരെ അപവാദങ്ങൾ പറയുന്ന ഇറങ്ങിയ ചില വാതിലുകൾ നിങ്ങൾ നോക്കി നിൽക്കെ അടയപ്പെടുന്നത് കാണുവാൻ പറ്റാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നീ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അപവാദം കേട്ടുകൊണ്ടിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമ്പോ നിന്റെ വാതിലുകൾ ദൈവം തമ്പുരാൻ അടച്ചു കളയും. ഇവിടെ പറയുന്നു, തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി. അപ്പൊ പ്രവൃത്തിയുണ്ട്. ഉണ്ടോ? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ദൈവ പ്രവൃത്തി നോക്കിയ. അപ്പൊ ഞാൻ ഈ ലോകത്തിലുള്ളതിനെ ആവശ്യമില്ലാത്തതിനെല്ലാം പറഞ്ഞു നടക്കുകയാണെങ്കിൽ ആര് കേൾക്കുന്നുണ്ട്? ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഞാനിപ്പോൾ ജോജി ബ്രദറിനെ കുറിച്ച് ഒത്തിരി അനാവശ്യം അങ്ങ് പറയുക. ജോജി ബ്രദർ കേട്ടില്ല. ജോജി ബ്രദർ രാവിലെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, എന്നോട് സന്തോഷം ആണേ. ജോജി ബ്രദർ കേട്ടില്ല, പക്ഷെ കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അവിടെ നിന്ന് വന്നേ, എൻ്റെ അകത്തൊരാൾ ഇരിപ്പുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിരിക്കുക. ഈ മെസ്സേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പറയാം, നിന്റെ പ്രവൃത്തിക്കുള്ളത് നിനക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. ഇന്ന് ചില കുരുക്കിനകത്തൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിലേ ഒന്നും പറയണ്ട കേട്ടോ, അത് പ്രവൃത്തിയാ. ഇന്ന് മാനസാന്തരപ്പെടാൻ സമയമുണ്ട്. മാനസാന്തരപ്പെടണം. ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും. എങ്ങനെ? നീ എന്റെ വചനം കാത്തത് കൊണ്ടും എന്റെ നാമം നിഷേധിക്കാത്തോണ്ടും. ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരികിൽ പിശാചിന് നിന്റെ നാവിനെ കൊടുക്കല്ല്. പിശാചിന് നിന്റെ മേൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കല്ല്. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒരു അനുഗ്രഹത്തിലേക്ക് പോകാതിരിപ്പുണ്ടെങ്കിൽ എവിടെയോ മാറ്റം വരുത്തണം.
ചെല്ലുന്നിടത്ത് മുഴുവൻ കുരുക്കിനകത്തുനിന്ന് കുരുക്ക്, അടുത്ത കുരുക്കിനകത്ത് വീണ്ടും കുരുക്ക്. കുരുക്ക് വീഴുന്നുണ്ടോ? എവിടെയോ മാറ്റം വരണം. പിശാചിന് എന്ത് ചെയ്യല്ലേ? ഇടം കൊടുക്കല്ലേ. കാക്ക ചുള്ളിൽ പെറുക്കുമ്പോഴേ അറിഞ്ഞോണം കൂട് കെട്ടാനാന്ന്. അത് തലയിൽ കൂട് കെട്ടാൻ അനുവദിക്കില്ല. പിശാചിന് പ്രവർത്തിക്കുവാൻ നീ എന്ത് ചെയ്യല്ലേ? ഇടം കൊടുക്കല്ലേ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? പിശാചിന് പ്രവർത്തിക്കാനുള്ളത് നമ്മുടെ മേൽ ഇടം കൊടുക്കല്ല. ആമീൻ. പിശാചിന് പ്രവർത്തിക്കാനുള്ള ഇടം ഞാൻ കൊടുത്താൽ, ആമീൻ, യൂദയുടെ അവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ എനിക്ക് വന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടുത്തണോ? നമുക്ക് കിട്ടാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കളയണോ? ഈ പകലിൽ നമ്മൾ അകത്തറിയണം, ദൈവം ചില വാതിലുകളെ തുറക്കാവെന്ന് പറഞ്ഞ്. ഏതിൻ പ്രകാരം? നിന്റെ പ്രവൃത്തിയിൻ പ്രകാരം. എന്താ പ്രവൃത്തി? എൻ്റെ വചനത്തെ കാത്തതുകൊണ്ടും എൻ്റെ നാമത്തെ നിഷേധിക്കാത്തതുകൊണ്ടും നീ ഒരു അനുഗ്രഹത്തിലേക്ക് വരും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് വേഗത്തിൽ വന്നേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവരുടെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും വിശാലവുമായ ദേശത്തേക്ക് ദൈവം വന്നേക്കുന്നത് എവിടെ? എന്തിനു വേണ്ടിയാ? പാലും തേനും ഒഴുകുന്ന ദേശത്തെ എന്ന് പറഞ്ഞ നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാനാണ് ദൈവം വന്നേ. ആണോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലെ ജാതികൾക്ക് വരുമെന്ന് ദൈവം പറഞ്ഞു. ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം വിളിച്ചു. ഈ അനുഗ്രഹിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, വഴി തുറക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, നന്മ വെളിപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പകലോർത്തു ഒരുവനൂടെ പ്രവർത്തിക്കുന്നുണ്ട് നിന്റെ കൂടെ. അനുഗ്രഹത്തിന്റെ വാതിൽ അടയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, എൻ്റെ വചനത്തെ കാക്കുന്നവനും എൻ്റെ നാമത്തെ നിഷേധിക്കാത്തവനും അനുഗ്രഹിക്കപ്പെടും. അവന് വേണ്ടി ഞാൻ വാതിലുകളെ തുറന്നു കൊടുക്കും. വിശ്വാസത്തിൽ വന്ന് 20 വർഷമായി, 18 വർഷമായി, 40 വർഷമായി, അട്ടകാല് പിടിച്ചിട്ടില്ല. ഇപ്പോഴും നിൽക്കുക. പ്രതിസന്ധി ഒന്നഴിഞ്ഞു വരുമ്പോൾ 2 വേറെ വരുക തലയ്ക്ക് മീതെ. ഇന്ന് പകലറിഞ്ഞു, ഒരു മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കണം. നിൽക്കുന്നവനോട് പറയാ, അവൻ വചനത്തെ കാക്കുന്നവനാണെങ്കിൽ, എൻ്റെ നാമത്തെ നിഷേധിക്കാത്തവനാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനറിയ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തമ്പുരാൻ നിന്നെ നയിക്കും. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നില്ല? നിന്റെ സഹോദരന്മാരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. നിന്റെ സഹോദരന്മാരുടെ മുന്നിൽ, നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ, നിനക്കെതിരായി സംസാരിച്ചവരുടെ മുന്നിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് ഞാൻ ഈ വചനം പറയുന്നറിയുമോ? യോസേഫിനെ ദൈവം തമ്പുരാൻ ഉയർത്തിയപ്പോ സഹോദരന്മാർ തല കുമ്പിട്ട് നിർത്തിയെങ്കിൽ, ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിന്നോട് ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട പോലെ മഹത്വം കൊടുത്ത, ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കാൻ നിന്നെ ദേശത്ത് ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്നെ ആക്കുമെന്ന് പറഞ്ഞെങ്കിൽ, നിന്റെ തലമുറ, നീതിമാന്റെ തലമുറ അപ്പത്തിന് ഇറക്കത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പിശാചിന്റെ പ്രവർത്തികൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടരുത്. നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടരുത്. പിശാചിക ശക്തികളുടെ മേൽ ഈ പകൽ നീ ഒരു ജയമെടുത്തേ മതിയാകത്തുള്ളൂ. നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കുന്നെങ്കിൽ, ദൈവം നിന്റെ വാതിലുകളെ തുറക്കുന്നെങ്കിൽ, അപവാദം പറഞ്ഞുകൊണ്ട് വഴിയെ നടക്കുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാ, നിന്റെ ഉയർച്ച വന്നു കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നീ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അപവാദം കേട്ടുകൊണ്ടിരിക്കുന്നവനെ ദൈവം ഉയർത്തുമ്പോൾ
നീ താഴ്ചയിലേക്ക് പോ. ഇന്ന് പകലിൽ ആത്മനിറവിനകത്ത് വിളിക്കുന്നെങ്കിൽ അവ പറയുന്നു, പുറപ്പാട് പുസ്തകം വിളിച്ചു പറയുക, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ചിലരെ ചില കൈക്കകത്ത് പിടിച്ചു വെച്ചിരിക്കുക. ചിലരെ പിടിച്ചു വെച്ചിരിക്കുക. പിശാച് പിടിച്ചു വെച്ചിരിക്കുക. നന്മപ്പെടാതിരിക്കുവാൻ ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ ചില ശക്തികളുണ്ടെങ്കിൽ സ്വർഗം പറയാം, ആദ്യം നിന്നെ വെളിക്കൊണ്ടുവരാൻ പോകും. എത്ര പേര് ആമി പറയുന്നുണ്ട്? ചില നാളുകൾ കൊണ്ട് നിന്റെ ഭവനത്തെ കെട്ടിക്കൊണ്ടിരുന്ന കെട്ടുണ്ടല്ലോ, നിന്റെ തലമുറകളെ നന്മയ്ക്കകത്ത് വിടത്തില്ലെന്ന് പറഞ്ഞ ചില ശക്തികളുണ്ടല്ലോ, ചില അപവാദിയായ പിശാചുണ്ടല്ലോ, അതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഈ നാളുകൾ അവസാനിക്കാൻ പോകുന്നത് നിന്റെ തലമുറയുടെ നന്മ വെളിപ്പെടുത്തിക്കൊണ്ടോ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പറയുന്നു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ ആ ദേശത്ത്, നല്ലതും വിശാലമായ ദേശത്തെ വിശാലതയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. പിശാച് ചില തന്ത്രങ്ങൾക്കകത്തിടും. ദൈവം ഇറങ്ങി വന്ന് എന്തിനു വേണ്ടിയെന്നറിയോ? ഈ അടിമത്തത്തെയും തമ്പുരാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-1 വാക്യം എന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-1 വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 60:1. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടെന്ന് എത്ര പേര് പറയുന്നുണ്ട്? ദൈവം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ ഇന്ന് കുഞ്ഞെ പറഞ്ഞു എന്ന് പകലിൽ അറിയണം. ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. തേജസ്സുള്ളവനെ തകർക്കുവാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ തേജസ്സുള്ളവനെ മന്ത്രവാദിക്ക് തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ തേജസ്സുള്ളവനെ, അഭിഷേകമുള്ളവനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. നീ മരുഭൂമിക്കകത്തായിരുന്നാൽ ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിൽ അറിയുന്ന ഒരു കാലം വെളി വരാൻ പോകുക. ഇന്ന് പകൽക്കാലം അറിയണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, ഞാൻ സിംഹത്തിനെയും കരടിയെ കീറിക്കളഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും അറിഞ്ഞില്ല. പക്ഷെ ഇനി ഗോലിയാത്തിനെ കീറുമ്പോൾ ലോകം അറിയുന്നെങ്കിൽ ഇനി നിന്നെ അറിയുന്ന ഒരു കാലം വെളിപ്പെടാൻ പോകുക. നിന്റെ മേലിരിക്കുന്ന അഭിഷേകം, നിന്റെ മേലിരിക്കുന്ന അഭിഷേകം, നിന്റെ മേൽ ദൈവം തന്ന അഭിഷേകം, അത് നിന്റെ തലമുറയുടെ മേൽ, അത് ഇന്ന് പകൽ വിശ്വസിക്കുക, അത് നിന്റെ മേൽ എഴുന്നേക്കാൻ പോകുക. അതുകൊണ്ട് പറഞ്ഞു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. പത്രോസ്, നീ മീൻ പിടിച്ചു നടന്നവനാ. നിന്നെ ലോകം അറിഞ്ഞിട്ടില്ല കേട്ടോ. ലോകം അറിഞ്ഞിട്ടില്ല. നാഥന്റെ കൂടെ നടന്നതേ ഉള്ളൂ. ഒരു സെഗിയോമാളിയ മുറിക്കകത്ത് ഒരു അഭിഷേകം ഇറങ്ങി. അപ്പോസ്തല പ്രവൃത്തി 3 വന്നപ്പോ തേജസ് വെളിപ്പെടുത്താൻ തുടങ്ങി. വചനം പറയുക, ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരു അടയാളത്തെ ചെയ്ത് പത്രോസ് തേജസ്സിനെ വെളിപ്പെടുത്തെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് എഴുതി വെച്ചോ. ഈ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വെളിപ്പെടുമ്പോ നീ പോലും അറിയാതെ ലോകം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ലോകം ഉറ്റുനോക്കാൻ പോകുക. നിന്നെ ഉറ്റുനോക്കാൻ പോകുക. നിന്റെ തലമുറ ഉറ്റുനോക്കാൻ പോകുക. അഭിഷേകത്തിന് ശക്തിയുണ്ട്. അഭിഷേകത്തിന് ശക്തിയുണ്ട്. അഭിഷേകത്തിന് ശക്തിയുണ്ട്. മന്ത്രവാദിയുടെ ശക്തിയല്ല ഇത്. നിഷേധിക്കാൻ മേലാത്ത അടയാളമാണ്. അത് നിഷേധിക്കാൻ മേലാത്ത അടയാളമാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടിയവനാ. പടകിനകത്ത് നിന്ന് വല വീശി ഒന്നും കിട്ടിയില്ല, ശൂന്യമായി പോയി. എന്നാൽ ഒരു അഭിഷേകം, യേശു പറഞ്ഞു, എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരുന്നുള്ള അഭിഷേകം വരാൻ പോകുക. എന്നിട്ട് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമില് യഹൂദ്യര് നീ ലോകത്തിനടുത്ത് നീ എന്റെ സാക്ഷികളോ നിൽക്കുന്നു. 2-ാം അധ്യായം തുടങ്ങുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അഭിഷേകത്തിന്റെ ശക്തി വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ പതിക്കുവാൻ തുടങ്ങി. പത്രോസ് വിളിച്ചു പറഞ്ഞു. പത്രോസ് അപ്പോസ്തലനെ വിളിച്ചു പറയാ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞില്ലേ? അതേ ആത്മാവ് അത് ഞങ്ങളുടെ മേൽ പകരപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് വിശ്വസിക്കുന്നവർ ഏറ്റ് യഹോവയുടെ തേജസ് എന്റെ മേൽ, യഹോവയുടെ തേജസ് എന്റെ മേൽ. അത് ഏലിയാവിന്റെ മേലിരുന്നത്, ഏലീശായുടെ മേലിരുന്ന, പത്രോസിന്റെ മേലിരുന്ന, ശമൂവേലിന്റെ മേലിരുന്ന അതേ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യും. 3-ാം അധ്യായം 6-ാം വാക്യം വരുമ്പോ അഭിഷേകമുള്ളവൻ വിളിച്ചു പറയാ, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ നസറേനായ യേശുവിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. വാക്യം മുന്നോട്ട് വരുമ്പോൾ വിളിച്ചു പറയുന്നു, ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരു അടയാളമായി ദൈവം പത്രോസിനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വിരിച്ചു ഒരു അഭിഷേകം നിന്റെ മേൽ ഉണ്ടായെന്ന് വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും.
യഹോവയുടെ തേജസ്, യഹോവയുടെ തേജസ്, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിട്ടുണ്ട്. ഇന്ന് എഴുന്നേൽക്കുക, ഇന്ന് എഴുന്നേൽക്കുക, അത്ഭുതത്തെ കാണുക. ഹല്ലേലൂയ. നിന്റെ മേൽ വന്ന അത് നിന്നെ അത്ഭുതത്തിലേക്ക് നടത്തും. എത്ര പേര് ആമേൻ പറയുന്നത്? അത് നിന്നെ വിടുതലിലേക്ക് നടത്തും, അത് നിന്നെ പകർച്ചയിലേക്ക് നടത്തും. ഈ തേജസ് വെളിപ്പെട്ട, ഈ തേജസ് വെളിപ്പെട്ട നീ പോലും അറിയാത്ത അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഈ തേജസ് നിന്റെ മേൽ വെളിപ്പെട്ടു തുടങ്ങിയാൽ നീ പോലും അറിയാതെ പോലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകും. ഓ, എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമീൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്ത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ചന്ദ്രക് മേശക് അബേദ്നെഗോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു, വേഗത്തിൽ എഴുന്നേറ്റു. ചോദിച്ചതിനെ ഉണർത്തിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിറവിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ തേജസ് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രതികൂലത്തിൽ നീ ഒറ്റയ്ക്കല്ല, സ്വർഗം നിന്റെ കൂടെ വരാൻ പോവാ. പ്രതിസന്ധിക്കകത്ത് ആമേൻ നീ ഒറ്റയ്ക്കല്ല. നിന്നെ കുറിച്ച് ഒരുത്തൻ അപവാദം പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ സ്വർഗം അത് കേട്ടോണ്ടായിരിക്കുന്നത്. ഓ, നിന്റെ തലമുറയ്ക്കെതിരായി നിൽപ്പുണ്ടെങ്കിൽ സ്വർഗം അവിടെ കേട്ടോണ്ടാ നിൽക്കുന്നത്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നത്? നിനക്കെതിരായി വരുന്ന ശക്തി നിന്നെ തൊടത്തില്ല, എതിരായി വരുന്ന ശക്തി നിന്നെ തൊടത്തില്ല. നാലാമതായി ഒരുവൻ ഇറങ്ങാൻ പോകുക. ആമേൻ. ചന്ദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ രൂപത്തെ, ദൈവത്തിന്റെ സാദൃശ്യമുള്ള ഒരുവൻ ഇറങ്ങി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വരും. എത്ര പേര് ആമേൻ പറയുന്നത്? പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, നിനക്കെതിരായി പറയുന്ന അപവാദങ്ങളുടെ മധ്യത്തിൽ അവൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. ഇവിടെ നോക്കി നെബൂഖദ്നേസർ രാജാവ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആമേൻ, നാലാമതായി ഒരുവൻ, ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാദൃശ്യമുള്ള ഒരുവൻ കെട്ടഴിഞ്ഞ് തീ കൂടെ യാത്ര നടക്കുന്നത് അവർ കാണുവാനാണ്. 26-ാമത്തെ വാക്യം പറയും. നെബൂഖദ്നേസർ രാജാവ് വാതിൽക്കലെടുത്തിയെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ ചന്ദ്രക്ക് പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അവർ തീയിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ അഭിഷേകം ചില നുകങ്ങളെ തകർക്കും. ഈ അഭിഷേകം ചില നുകങ്ങളെ തകർക്കും. നിന്നോട് വാദിക്കുവാൻ നിൽക്കുന്നവർ തകരത്തേ ഉള്ളൂ, നീ തകരത്തില്ല. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നിനക്കെതിരായി വാദിക്കുന്നതേ തകരത്തുള്ളൂ. ആമീൻ. നീ തകരത്തില്ല, കാരണം ഇത് സ്വർഗത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ. നമ്മുടെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നീ തകരുമെന്ന് ലോകം പറയുമ്പോൾ നീ വളരാൻ തുടങ്ങുകയാ. നീ തകർന്നെന്ന് പറയുമ്പോൾ ലോകം നിന്നെ വളർത്താൻ പോകുക. ആമീൻ പറയുന്നവർ ഏറ്റെടുത്തോണം. ആമീൻ. ചിലര് പറയും ഇവന്റെ തലമുറ ഇത്ര പോകത്തുള്ളെന്ന്. അയ്യോ, ഇവനൊരു മണ്ടന, ഇവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറയുന്നവരുടെ മുന്നേ കൂടെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷകളെ വിശാലമാക്കാൻ പോകുക. നീ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുക. നിന്റെ കൈവെക്കുന്നിടത്ത് അത്ഭുതം വരാൻ പോകുക. ഇന്ന് പകലിൽ ചിലർ ഉറ്റു നോക്കത്ത തലത്തിലേക്ക് ദൈവം നിന്നെ മാറ്റുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ തീക്കകത്തുനിന്ന് ഇറങ്ങി വരുന്നവന് തീയുടെ മണമില്ല. ഹല്ലേലൂയ. ഇന്ന് അവന്റെ തലമുടി പോലെ കരിഞ്ഞു പോയില്ല. ഇന്ന് പകൽക്കാലം എന്റെ സംരക്ഷകൻ അവൻ ഉറങ്ങുന്നവനല്ല, അവൻ മയങ്ങുന്നവനല്ല. ഞാൻ ആരെ ആരാധിക്കുന്നെന്ന്, ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് അതുകൊണ്ട് വിളിച്ചു പറയുക. ഞാൻ വിശ്വസിക്കുന്നവൻ ഇന്ന് പകൽക്കാലം പറയാം, അവൻ എന്റെ ഉപനിധിയായവനാണ്, അവൻ എന്റെ ഉപനിധിയായവനാണ്. ഓ, എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ആമീൻ. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുന്നവനല്ല ദൈവമക്കള്, പ്രതികൂലത്തിന്റെ മുന്നിൽ ജയമരുളുന്നവനാ ദൈവമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു അത് സംഭവിക്കാൻ പോകുക. അവൻ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ നടത്തുമെന്ന് പറയുന്നവർക്ക് ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാണെന്ന് പകലിൽ.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പിടികിട്ടിയോ? ഇന്നലെ വരെ നിന്നോട് ചോദിച്ച പലരും പറയും നിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാ. ഓ ഹാമി പറയുന്നുണ്ടോ? ഇന്നലെ വരെ വിശ്വസിക്കാതിരുന്ന ചില കുടുംബങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. ഓ ഇന്നലെ വരെ നിനക്കെതിരായി പറഞ്ഞ ചിലര് സ്നാനപ്പെടുവാൻ റെഡിയാവും. നിനക്കെതിരായി വാദിച്ച ചിലത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കടക്കാൻ തുടങ്ങും. ഈ നിനക്കെതിരായി സംസാരിച്ചത് എന്താ കാരണമെന്നറിയാമോ? നിന്റെ തലമുറയുടെ അനുഗ്രഹം വരാൻ പോവുക. ഓ നീ ചിലർ കണക്ക് കൂട്ടിയിരുന്ന കണക്കുകൂട്ടലുകൾ മാറാൻ പോവുക. ചില എഴുതി നിന്നെ കുറിച്ച് ചില എഴുതി കൂട്ടി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലര് നിന്നെ കൊടുത്ത് എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് ചില എഴുതി കണക്കൂട്ടലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറി. ദൈവം ഒരു മേജർ ഷിഫ്റ്റ് നിന്റെ ഭവനത്തിൽ നടത്താൻ പോകുകയാണ്. ആത്മാവനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ ഭവനത്തിൽ നീ ഒരു മാറ്റത്തിലേക്ക് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അതിനകത്തുനിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവരിക. ആത്മാവനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരു വിശാലമായ വഴി, അതിനകത്തൂടെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ കയറിപ്പോകുന്നൊരു വഴി, അതിലെ 3ാമത്തെ ഒരു ഭവനം ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. 6 മാസക്കാലത്തിനുള്ളിൽ അത് നിന്റെ ജീവിതത്തിനകത്ത് വരുമെന്ന് ഇന്ന് പകൽക്കാലം പറയുന്ന, നിന്നെ നിന്ദിച്ചവര്, നിനക്കെതിരായി പരിഹസിച്ചവരുടെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. ആത്മാവിൽ ഒരു പ്രവചനത്തിനകത്ത് വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, അടുത്ത തലത്തിലേക്ക് ആത്മാവിന്റെ ശക്തിയും ആത്മാവിന്റെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളെ മാറി അത്ഭുതത്തിന്റെ വഴികളെ ദൈവം തമ്മിൽ തുറക്കുമെന്ന് ആത്മാവിലൊരു പ്രവചന ശബ്ദം വെളിപ്പെടുകയാണ്. അലീഷ, നിന്നോട് ആത്മാവിന്റെ ഒരു പ്രവചന ശബ്ദം വെളിപ്പെടുകയാണ്. 2016 നിന്റെ പഠനത്തിന്റെ സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ പേരിനിപ്പുറേ ഡോക്ടർ അലീഷ എന്നൊരു പേരിനെ ദൈവം നമ്പുരാൻ അന്ന് പ്രവചിച്ചു വെച്ചുവോ? അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയപ്പോ ഇന്ന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ പുറകിൽ ഡോക്ടർ എന്ന പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം നിനക്ക് ദാനമായി തന്നതാ. അടുത്ത മണ്ഡലത്തിലേക്ക് ആത്മാവ് പറയുന്നു, ഈ സെപ്റ്റംബർ മാസം 13 കഴിയുമ്പോൾ 13 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നോളുക. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ചർക്ക തിരിയാൻ പോകുക. 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് ആത്മാവ് നിന്നെ നയിക്കപ്പെടാൻ പോകുക. 3.5 വർഷം ഇന്ത്യയുമായി ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിനുശേഷം പല രാജ്യങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ അയക്കപ്പെടും. പല രാജ്യങ്ങളിൽ നീ കടക്കപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു കാഴ്ചയെ കാണിക്കുന്നത്, 3.5 വർഷം നീ തികയപ്പെടുമ്പോ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുമായി നീ ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന കാഴ്ച എന്നെ ദൈവം തമ്പുരാൻ കാണിക്കുന്നു. അതൊരു യാത്രയുടെ തുടക്കമാണ്. 20 വർഷങ്ങൾ തിരയുമ്പോൾ ഒരു മിഷണറി മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ മാറ്റിക്കഴിയുക. ആ സമയം തന്നെ ചില പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപയോഗങ്ങൾ വരും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊയ്ത്തിനായി ദൈവം നിന്നെ വിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവ് അത് ശക്തിയോടെ ഇടപെടട്ടെ. അത് അത്ഭുതമായി മാറാൻ പോകുക. ഇന്ന് ആത്മാവിനകത്ത് പറയുന്നു, ചിലരെ തീക്കകത്തുനിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്ന പകലാണ്. ചില ചരടുകൾ കത്തിപ്പോകുന്ന പകലാണ്. നിന്നെ ബന്ധിച്ച ചില ചരടുകൾ ഇന്ന് പകൽ അഴിയപ്പെടുമ്പോ നിന്റെ ഭവനത്തിനകത്ത് ചില ദൈവിക പ്രവർത്തികൾ ഇന്ന് വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം നിന്നെ അംഗീകരിക്കാത്തവർ അംഗീകരിക്കുന്ന കാലം അത് വിദൂരമല്ല, അത് വരാൻ പോകുക. ആത്മാവിനകത്തൊരു ഞാൻ വലിയ വ്യത്യസ്തമായി പറയാം. നിന്റെ ഏറ്റവും പുറയിരിക്കുന്ന ഷാരോന്റെ തൊട്ടരികിൽ ദൈവത്തിന്റെ ദൂതന്റെ ഒരു പകർച്ച അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, ഒരു മുൾപ്പടപ്പിനെ കത്തുന്ന പോലെ ആത്മാവിനോട് വിളിച്ചു പറയുന്നു, ചില ചരടുകളെ കെട്ടിച്ചു മാറ്റി, ചില കല്ലുകളെ കെട്ടിമാറ്റി ദൈവം നിന്നെ പുറത്തേക്ക് ഈ പകൽ എടുക്കുമെന്ന് ആത്മാവിന്റെ ഒരു പ്രവചന ശബ്ദം വെളിപ്പെടും. ഇവിടെ പറയുന്നു, വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തവണ്ണം രാജകൽപ്പന പുറപ്പെടുവാൻ പോകുക. അവൻ ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ ആരാധിച്ച ദൈവം അവ വിശ്വസ്തനായ ദൈവമെന്ന് ദേശക്കാർ അറിയുന്ന പോലെ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നീ വിശ്വസിച്ച ദൈവം, നീ ആരാധിച്ച ദൈവം അവ മഹത്വമുള്ളവനെന്ന് ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നു. അത് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം പറയുക.
ഹല്ലേലൂയ. ഇന്ന് പകൽ 29-ാമത്തെ വാക്യം പറയുക, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന, ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമില്ല. എത്ര പേര് ആമീൻ പറയുന്നിടത്തില്ല? ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ടാകത്തില്ല. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇനി നിനക്ക് വരത്തില്ല. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവൻ എന്നെ വിടുവിക്കുന്ന ദൈവമാ. അവൻ രാജാധി രാജാവാ. അവൻ കർത്താധി കർത്താവാ. ഇന്ന് വിളിച്ചു പറ, അവൻ രാജാധി രാജാവ്, അവൻ കർത്താധി കർത്താവ്, അവൻ മേഘാരൂഢനായി വരുന്നവനാണ്. ഓ, സകല നാമത്തേക്കാൾ മേലായ ഒരു നാമമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ആ നാമം മഹത്വപ്പെടാൻ പോവുക. ആ നാമത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോവുക. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ നീ വിശ്വസിച്ച ദൈവം സർവശക്തനായ ദൈവമാണ്. നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച കണ്ട് ലോകം പറയും. നിന്റെ കുടുംബത്തിന്റെ വളർച്ച കണ്ട് അവൻ പറയും. നിന്റെ കുടുംബത്തെ നീ ആരാധിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, ഈ ആരാധിക്കുന്ന ദൈവം ഊഢബൽ ഖലാദി അന്തര വൈഡവ സന്തൽ ആമേ, ഈ ആരാധിക്കുന്ന ദൈവം മഹത്വമുള്ളവനെന്ന്, അവൻ സർവശക്തനെന്ന് ഈ നാളുകളിൽ നിന്റെ തലമുറയെ കൂടെ നിന്നെ കൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഓ, അത് സംഭവിക്കാൻ പോവുക, അത് സംഭവിക്കാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിനക്കെതിരായി ചലിക്കപ്പെട്ട ചിലതിനെ ദൈവം പിടിക്കും. ആമേ, നിനക്കെതിരായി ചലിക്കപ്പെട്ടത്, ആമേ, യേശുവിന്റെ ആമേ ദൈവമക്കൾക്കെതിരായി ചലിക്കപ്പെട്ട പൗലോസിനെ ദൈവം തമ്പുരാൻ പിടിച്ചതുപോലെ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ ചിലതിനെ ദൈവം പിടിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഗലാത്യ ലേഖനക്കാരനെ അതോടെ വേണം പെട്ടെന്ന് എഴുതും. ഗലാത്യ ലേഖനക്കാരൻ പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം എന്ന് വെച്ചു 1-ന്റെ-23 പറയുവാണേ, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ടോ? നിനക്കെതിരായും നീ വിശ്വസിച്ച ദൈവത്തിനെതിരായും ഇവിടെ നോക്കിക്കോണ്ട് നെബൂഖദ്നേസർ രാജാവ് പറയുക, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നു, ഈ വിശ്വാസത്തെ മുടിച്ചവനും ഇപ്പോൾ അവൻ തന്നെ എന്ത് ചെയ്യുക? അവൻ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ സ്തുതിക്കുന്നു. എതിരായി നിന്ന ചിലതൊക്കെ വിശ്വാസത്തിൽ വരും. നിനക്കെതിരായി നിന്ന ചിലതല്ല ഇത് വിശ്വാസത്തിൽ വരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ പറയുന്ന 6 മാസത്തിനുള്ളിൽ ചിലതിനെല്ലാം തമ്പുരാൻ പൊക്കാൻ പോവുക. 6 മാസക്കാലത്തിനുള്ളിൽ ചില ഭവനത്തിൽ നിന്ന് ചിലത് അടന്ന് പുറത്തു വരും. ഇന്നതിനെ നോക്കണ്ട, അതെല്ലാം അടരാൻ പോവുക. കാരണം ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെട്ടിരിക്കുക. ദൈവശക്തി വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോവുക. ചിലതെല്ലാം വിശ്വാസത്തിൽ വരും. ആമേ, ഈ നാളുകളിൽ കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിച്ചു, നീ പോലും അറിയാതെ ചിലർ വിശ്വാസത്തിലേക്ക് കടക്കുന്ന കാലം അത് വിദൂരമല്ല. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോണം. ആമേ, ദൈവം പറയുന്ന വാക്കിനകത്ത് ചിന്തിച്ചോണം. നിങ്ങൾ ദൈവം വിളിച്ച് എന്നതിനെന്തറിയോ? ഫലം കഴിക്കാനാ. യോഹന്നാൻ 15:8 എടുത്തോളോ. 15:8 പെട്ടെന്ന് എഴുതി. 15-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവം വിളിച്ചിരിക്കുന്ന വിളിയും കൊണ്ട് നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു തുടങ്ങി? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ഫലത്തിലേക്ക് വരാൻ പോവാ. ഈ ദിവസങ്ങളിൽ ഫലത്തിലേക്ക് നിങ്ങൾ വരാൻ പോവാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, ഫലത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ആമീൻ പറയുന്നു, ആമീൻ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. കണ്ടോ, ദൈവത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് വരാൻ, നിങ്ങൾ ഫലത്തിലേക്ക് വരാൻ പോവാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് വരെ ചിന്തിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഫലത്തിലേക്ക് വരാൻ പോവാ. നിങ്ങൾ ഒരു അത്ഭുതത്തിലേക്ക് വരാൻ പോവുക. ആമേ, ഒരു വിശ്വാസത്തിനകത്ത് ആമേ, എത്ര പേര് വിശ്വാസിക്കാൻ റെഡിയാവുന്നുണ്ട്? ഇങ്ങനെ ഫലത്തിലേക്ക് ഇന്ന് നോക്കണേ. നിങ്ങളെക്കുറിച്ച് അതും ഇതൊക്കെ പറയുന്നുണ്ടോ? അതിന് നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്ത എന്തെല്ലാം എന്നെക്കുറിച്ച് പറയുന്നുണ്ടെന്നറിയോ? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. എന്തോ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തെ എനിക്ക് നല്ല ഉറപ്പാ, ഈ കടുകുമണി വിതച്ചപ്പോഴേ നാട്ടുകാർക്ക് പിടികിട്ടിയില്ല. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കട്ട പൊട്ടി പുറത്തു വന്നപ്പോഴാണ് ജനം അറിയാൻ തുടങ്ങിയേ. ഇത് ചിലരൊക്കെ പുറത്തു വരാൻ തുടങ്ങുമ്പോഴാ,
ചിലർ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ചിലരുടെ അനുഗ്രഹം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നീ അറിയുന്നതിന് മുമ്പേ അവർക്ക് മനസ്സിലായി നീ ഉയരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ നിനക്കെതിരായി പറയാൻ തുടങ്ങുന്ന, ഇന്നലെ വരെ പറയാന്നവൻ നിനക്കെതിരായി പറയാൻ തുടങ്ങിയ ഒറ്റ കാരണമേ ഉള്ളൂ, നീ അറിയാത്ത അനുഗ്രഹം നിനക്ക് വന്നെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? ചില അനുഗ്രഹങ്ങൾ നിന്റെ ഭവനത്തിൽ വന്നെന്ന് ദേശക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആമേൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവരെന്ത് പറയുമെന്നാണ് ഞാൻ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. അവരെന്ത് പറയാൻ പോവാന്നറിയോ? ആമീ സദൃശവാക്യം 11-ാം അധ്യായം എടുത്തേ. സദൃശവാക്യം 11-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം എടുത്തു. 11:9 കണ്ടോ? വായിച്ചേ. വഷളൻ വായ് കൊണ്ട് നശിപ്പിക്കുന്നു, വീഴ്ചവാന്മാരോ പരിജ്ഞാനം. അപ്പൊ ആരാ നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്നേ? ഇന്നിപ്പോ എത്ര പേരുടെ കൂടെ വരുന്നുണ്ടേ? നിന്റെ അനുഗ്രഹം കാണുമ്പോ നിന്റെ കൂട്ടുകാരൻ അസൂയ തോന്നും. ഇവിടെ പറയുന്നുണ്ട്, വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ. ഇവനൊരു ശ്രമം നടത്തി നോക്കുക. ഇവനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞൊരു പെൺകുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാ. ചിലർ ഉയരാൻ തുടങ്ങുമ്പോൾ ചിലർ സഹിക്കത്തില്ല കേട്ടോ. ചിലർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നന്മ മേടിച്ച് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി ചിലർക്ക് ഉറക്കം കെടും. അവർ ഇന്നലെ വരെയുള്ള ബന്ധങ്ങൾ വിട്ടിട്ട് അവർ പലപ്പോഴും സഹായം കിട്ടിയതൊക്കെ ആയിരിക്കാം. എന്നാലും എന്ത് ചെയ്യുമെന്നറിയോ? വഷളൻ, അവനെ കുറിച്ച് ദൈവവചനം എന്നാ പറയുന്നേ? വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. എന്നാൽ നീതിമാന്മാരോ, എന്ത് ചെയ്യും? എങ്ങനെ വിടുവിക്കുന്നു പറയാൻ പോവാ. സങ്കീർത്തനം എടുത്തു. സമയം പെട്ടെന്ന് കടന്നു പോകും നിങ്ങളുടെ. സങ്കീർത്തനം അതിൻ്റെ 18-ാം അധ്യായം നടത്തേ. 1-ാമത്തെ വാക്യം വായിച്ചേ. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വഷളൻ പറയാൻ തുടങ്ങുമ്പോൾ, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയുക, യഹോവ എൻ്റെ ആരാ? എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ എൻ്റെ ഗോപുരവുമാകുന്നു. എന്നെക്കുറിച്ച് വഷളൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ താരതമ്യം ചെയ്തോണേ. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച് വഷളം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ആശ്രയം എവിടെയാണ് നിൽക്കുന്നേ? പിടികിട്ടിയോ? യഹോവയില എൻ്റെ ആശ്രയം നിൽക്കുന്നേ. എന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നവൻ്റെ പേരിലല്ല എന്നെ ഇരിക്കുന്നത്. ഇവിടെ പറയുക, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. 3-ാമത്തെ, സ്തുതിനായ യഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും. എന്നെ കുറിച്ച് അപവാദം പറയുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെയും നിന്റെ തലമുറയ്ക്കെതിരായി പറഞ്ഞവരുടെ മധ്യത്തിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും ആവശ്യമില്ലാതെ പറഞ്ഞ് പരത്തുന്നവരുടെ മധ്യത്തിൽ ഉയർത്തുന്ന ഒരു ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആമീൻ പറയേണ്ടവർ ആമീൻ പറഞ്ഞോളൂ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമീൻ ഇന്ന് പകൽ ഏറ്റെടുക്കണം. അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വന്ന 6-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എന്നെ കുറിച്ച് ലോകം പറഞ്ഞു വെച്ചത്, ഞാൻ ദൈവസന്നിധി കരഞ്ഞത് ഏൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ ആരാധിക്കുന്നത്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നിങ്ങൾ ഏറ്റെടുക്കണം, ഏറ്റെടുത്തോണം. നിങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചത്, നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു വെച്ചത് കേട്ട ഒരു ദൈവമുണ്ട്. അവൻ അതിന് മറുപടി തരുന്ന ഒരു ദൈവമാണ്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, ദൈവാത്മാവ് പറഞ്ഞത്, ഈ സഭയിൽ ചിലതിനെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ കേട്ടേ മതിയാകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുക, ഞാൻ തിരുമുമ്പിൽ കഴിച്ചത്, ഞാൻ തിരുമുമ്പിൽ പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ആമേൻ.
ആമേൻ. ഓ, എന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം, എന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവം. എനിക്കവൻ പാറയാണ്, അവൻ എനിക്ക് ഗോപുരമാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവൻ എന്റെ കർത്താവാണ്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ വിളിച്ചു വേർതിരിച്ച് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ 17ാമത്തെ വാക്യം പറയുക, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും. കണ്ടോ കണ്ടോ കണ്ടോ, എനിക്കെതിരായി വന്നത് കുറഞ്ഞ പാർട്ടിയൊന്നുമല്ല, ഞാഞ്ഞൂലൊന്നുമല്ല. വന്നത് ആരാ? കണ്ടോ, എൻ്റെ ശത്രു ആരാ? ബലമുള്ളവനാ. എന്നെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞു വരുത്തുന്നെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞു വരുത്തുന്നെങ്കിൽ ചെറിയ പാർട്ടിയൊന്നുമല്ല, ബലമുള്ളവനാ. സമൂഹത്ത് ബലമുള്ളവൻ അങ്ങോട്ട് വരുന്നേ. ഇവിടെ പറയുന്നു ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എന്നെ പകച്ചവരും എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന്. ഓ, എത്ര പേര് ആമേൻ ഇന്ന് ഈ സഭയോടായി ദൂത് പറയുന്നത്? ഓ, ഈ സഭയോടെ ദൂത് പറയുന്നത്, നീ ഇന്നുവരെ നിന്ദിക്കപ്പെട്ടിട്ടും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ പറയുന്നു, ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ച് അവൻ എന്നിലും ബലമേറിയവരായിരുന്നു. എന്നെ പകച്ചവൻ ആരായിരുന്നു? ഓർത്തു നോക്കിയേ, ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ലോകം വിശ്വസിക്കത്തില്ലേ? കാരണം ദൈവത്തിൻ്റെ ഇടയനായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇതുപോലെ ചിലത് കയറി വരുന്നുണ്ട്. ഇങ്ങനത്തെ ചിലത് കയറി വരുന്നുണ്ട്. ഇവിടെ പറയുന്നു 18ാമത്തെ വായിച്ച എത്രയായിരുന്നു? 18 വായിച്ചേ. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. ഇന്ന് പകലിൽ ഓർത്തു, എനിക്ക് എതിരായി വരുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് തുണയാ. ആമീൻ പറയുന്നത് ഏറ്റവും അടുത്താണ്. നിനക്കെതിരായി ചിലതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ആമീൻ അവിടെ നിന്നുകൊണ്ട് ഓർത്തു, ദൈവം നിനക്ക് ദൈവം നിനക്ക് തുണ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവം നിനക്ക് തുണയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ യോസെഫിനെതിരായി ചലിക്കപ്പെടുമ്പോൾ, യോസെഫിനെതിരായി പൊത്തിപ്പേറിന്റെ ഭവനം ചലിക്കപ്പെടുമ്പോൾ ദൈവം യോസെഫിന് അനുകൂലമായി വരുന്നെങ്കിൽ ഇന്ന് പകൽ സഭയിലുള്ള ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, എത്ര വലിയ അപവാദം നിനക്കെതിരെ പറഞ്ഞുണ്ടാക്കിയാലും അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ഇന്ന് പകൽ പ്രതികൂലമാര്? ഹല്ലേലൂയ. 14ാമത്തെ വാക്യം പറയുന്നു, അവൻ അസ്ത്രമെയ്തു. ദൈവം പറയുക, അവൻ അസ്ത്രമെയ്തു, അവരെ ചിതറിച്ചു, മിന്നൽ അവരെ തോൽപ്പിച്ചു കളഞ്ഞു. നിനക്കെതിരായി വരുന്ന ചില ഓർത്തോണം, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് നീ മിണ്ടാതിരുന്നു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി ദേശാധിപതി എഴുന്നേറ്റാൽ, അപവാദം കൊണ്ട് വന്നാൽ നിനക്കെതിരായി ദൈവം ചലിക്കപ്പെടാൻ തുടങ്ങുക. നിനക്കെതിരായി വരുന്ന ചിലതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലറിഞ്ഞോ, നിന്നെ വിളിച്ച ദൈവമാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നിന്നെ വിളിച്ചതാണെന്ന് അകത്തുറപ്പുണ്ടെങ്കിൽ വാതിലും ദൈവം തുറക്കും. ആമീൻ വരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിനക്കെതിരായി ചലിക്കപ്പെടുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചലിക്കും. നിന്റെ തലമുറയ്ക്കെതിരായി ചലിച്ചാലും ദൈവം നിനക്ക് വേണ്ടി ചലിക്കപ്പെടും. നീ എൻ്റെ വചനം കാത്തോണ്ടോ, എൻ്റെ നാമത്തെ നിഷേധിക്കാൻ നിൽക്കുന്നുണ്ടോ, എൻ്റെ വചനത്തെ നീ കാത്തത് കൊണ്ടോ, എൻ്റെ വചനം നിഷേധിക്കാൻ നിൽക്കുന്നുണ്ടോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായത്തിന്റെ 5ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേ പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരിക. അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായം അതിന്റെ 5ാമത്തെ വാക്യം, 15ാമത്തെ വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ പത്രോസിനെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി ദേശത്തിനകത്ത്. എന്നാ പറഞ്ഞു വരുന്നേ? ജനത്തെ വശത്താക്കിയവൻ, ജനത്തെ ഇളക്കിയവൻ, വിരുദ്ധമായി പഠിപ്പിക്കുന്നവൻ എന്നെല്ലാം പറഞ്ഞ് പത്രോസിനെ പിടിച്ച് ജയിലിലാക്കി. യാക്കോബിന്റെ തലവെട്ടി. ഇവിടെ നോക്കിക്കോണം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോ സഭ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുന്നിൽ നിർത്താൻ ഭാവിച്ചതിന്റെ തലേരാത്രി പത്രോസ് 2 ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ
കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിഞ്ഞു, നിന്റെ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാം, നിന്റെ കഷ്ടതയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാം, നിന്നെ അനുഭവിക്കും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാം. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചില കണ്ണുനീരിന്റെ മുന്നിൽ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങാം. ഇന്ന് പകൽ ദൈവം നിന്നെ വിലക്ക് മേടിച്ചതാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി, ഒരു വെളിച്ചം പ്രകാശിച്ചു. അവനെ വിലാപ്പുറത്തോട്ടി വേഗത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ ചങ്ങലകൾ കൈമേൽ വീണു. ദൂതൻ അവനോട് അരക്കിയിട്ട് ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. വസ്ത്രം പുതച്ച് അവന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതന്മാർ മുഖാന്തരം സംഭവിച്ചു വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അപ്പോൾ ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു. പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഇരുമ്പ് വാതിലുകൾ തനിയെ തുറക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ നീ നിൽക്കുന്നത് ആമി വചനത്തെ കാത്തുകൊണ്ടു, ആമി ദൈവനാമത്തെ നിഷേധിക്കാതെയാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ മുന്നിൽ ഒരു വാതിലുകളും അടയത്തില്ല. നിന്റെ മുന്നിൽ ഒരു വാതിലും അടയപ്പെടില്ല. ആ ദുഷ്ടൻ അടച്ചാൽ ദുഷ്ടൻ 7 വഴിയായി ചെതറിപ്പോകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലറി, നിനക്കെതിരായി പറഞ്ഞു കൊണ്ടുവന്നാലും അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര വലിയ ചങ്ങലക്കകത്ത് നിന്നെ ഇടാൻ ശ്രമിച്ചാൽ, എത്ര വലിയ അപവാദം നിന്നെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം വരുമ്പോൾ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തെ പാടി സ്തുതിച്ച് തടവുറ. ഇന്ന് പകൽക്കാലം പറ, നിനക്കെതിരായി അപവാദം പറഞ്ഞു വരുമ്പോൾ നിന്റെ പ്രാർത്ഥന നിർത്തിക്കളയല്ല. അവൻ നിനക്കെതിരായി ജനം പലതും പറയുമ്പോൾ നിന്റെ ഉപവാസം നിർത്തിക്കളയല്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നിന്റെ മുൻപിലുള്ള ചങ്ങലകൾ അഴിയപ്പെടാൻ പോകുക. അവൻ എത്ര പേർ വിശ്വാസത്തോടെ എടുക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ തുടങ്ങി. വാതിലൊക്കെ തുറന്നു. ചങ്ങലകൾ അഴിയപ്പെടുവാൻ തുടങ്ങി. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു. അവർ വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുൻപിൽ വന്നു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനനെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം അറിയണം, ഇതിലേക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി കടന്നു വരുന്നത്. ആമേൻ. അവർ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇന്ന് പകലിൽ ഒരൊറ്റ ദൂത ഞാൻ പറയുന്നത്, ഇന്ന് പകലിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവരും പ്രസംഗം കേട്ടു. അവർ രാത്രി നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകിത്താനും തനിക്കുള്ള എല്ലാവരെയും താമസിയാതെ സ്നാനമേറ്റു. ഇന്ന് പകൽക്കാലം അറിയണം, ദൈവസന്നിധി നിൽക്കുന്നവൻ വിശ്വസ്തയോടെ നിൽക്കണം. ഹല്ലേലൂയ. അവൻ വചനത്തെ കാക്കുന്നവനും ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നവൻ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഇമ്പോർട്ടൻ്റായ ഒരു മണ്ഡലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ പ്രതികൂലമായി നിൽക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവം നിങ്ങളെ വിടുവിക്കും. ഇന്ന് നിങ്ങളെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ തമ്പുരാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ ഉയർത്തും. അധികം കാലം ദൂരമല്ല ഞാൻ പറയുന്നത്. ഈ നാളുകളിൽ അത് സംഭവിക്കാൻ പോവുക. ഈ നാളുകളിൽ ദൈവം അത് സംഭവിക്കാൻ പോവുക. എന്തുകൊണ്ടത് ഞാനിങ്ങനെ പറഞ്ഞു വന്നു? യാക്കോബിൻ്റെ ലേഖനം എടുത്തു. സമയത്തിൻ്റെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നത്. യാക്കോബ് ഒരു 2-2.5 മണിക്കൂർ മെസ്സേജ് എടുക്കേണ്ടതാ, എങ്കിലും പെട്ടെന്ന് ഞാൻ പോകുന്നതിൻ്റെ യാക്കോബിൻ്റെ ലേഖനം എടുത്ത് 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ധീരമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരൻ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവനോട് ക്ഷമിക്കും.
ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ സദയേറിയ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നതാ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ അറിയണം, ദൈവം പറയുക ഇതെല്ലാം ആരെ ഏൽപ്പിക്കുക? ദൈവമക്കളെ ഏൽപ്പിക്കുക. നിങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കാൻ പറയുന്നു. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. രോഗിയാണെ മൂപ്പന്മാരെ വിളിക്കാൻ പറയുന്നു. ഇതെല്ലാം ചെയ്യാൻ യാക്കോബിൻ ലേഖനത്തിനകത്ത് പറഞ്ഞു വെക്കുക. 1 രാജാക്കന്മാർ പുസ്തകം എന്ന് എടുത്തേ. നിങ്ങളുടെ നാവിന്മേൽ ദൈവം ഒരു അധികാരം തരുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇമ്പോർട്ടൻ്റായി മണ്ഡലത്തിൽ കിടന്ന് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനാണ്. നിങ്ങളോ പ്രാർത്ഥിക്കുന്നവരാണോ? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു കല്ലേറ് ദൂരത്തോളം പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവനാ. പ്രസംഗിക്കുന്നവനാണെന്നല്ല ഞാൻ ചോദിച്ചേ, പ്രാർത്ഥിക്കുന്നവനാണെന്ന് ചോദിച്ചേ. നിങ്ങളെ നയിക്കാൻ നിൽക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവനാ, 6-7 മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കുന്നവനാ. എനിക്ക് ലോകത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ബന്ധം വചനവും പ്രാർത്ഥനയുമായിട്ടാണ് ബന്ധം. തൊട്ടടുത്തിരിക്കുന്ന പോലും കാര്യങ്ങൾ ഞാൻ അറിയാറില്ല. ഞാൻ ആ കാര്യത്തിൽ മാറി നിൽക്കുക. ഇവിടെ പറയുന്ന വാക്യം നിങ്ങൾ ഓർത്തു നോക്കിയേ. ഏലിയാവ് നാവിൻ്റെ അധികാരത്തോടുകൂടി ആഹാബിനോട് പറയുന്ന വാക്കെന്ന് വായിച്ചേ. യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ അധികാരമുള്ളവൻ പ്രാർത്ഥിക്കുന്നവന്റെ നാവിനകത്ത് അത്ഭുതമുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നാവിന് അധികാരം ഉപയോഗിക്കണം. എൻ്റെ കൂടെ വരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും അപവാദം പറഞ്ഞു വരുത്തുന്നത് കേട്ടുകൊണ്ട് നടക്കുവാനല്ല. നിന്റെ മേൽ നാവിൻ്റെ അധികാരമുണ്ടെങ്കിൽ ആ നാവിൻ്റെ അധികാരം വെളിപ്പെടണം. അതുകൊണ്ട് ബൈബിൾ പറയുക, യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയൂ, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആണേ, മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷ കഴിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. നീ പറഞ്ഞിട്ടല്ലാതെ ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടത്തില്ല. ആമീൻ. എത്ര പേര് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്? ആമീൻ. പത്രോസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞു, ആമീൻ, പത്രോസ്, നീ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ അഴിക്കുന്ന സ്വർഗത്തിലും അഴിക്കപ്പെടും. ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിന്റെ നാവിന്മേൽ അധികാരമുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകളെ അഴിക്കാൻ ദൈവം ഇതിന്റെ മേൽ അധികാരം തരിക. യെഹോസ്കേലിനോട് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, യെഹോസ്കേലെ പൊളിക്കുവാനും പണിയുവാനും ഉള്ള അധികാരം ഞാൻ നിനക്ക് തരുക. എത്ര പേര് ആമീൻ പറയുന്നു? അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആമീൻ, ഏലിയാവ് ആർക്ക് സമസ്വഭാവമുള്ളവൻ ആണേ? ആണോ? ആണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ഇതേ ആത്മാവ് നിന്റെ മേലുണ്ട്. ഇന്ന് കേട്ടുകൊണ്ട് നടക്കുവാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ആ പ്രാർത്ഥന 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവൻ ആകാശത്തിൽ നിന്ന് മഴ പെയ്തു, ഭൂമി ധാന്യം വിളഞ്ഞു. അധികാരമുണ്ടെന്നോ ഇല്ലെന്നോ, നിങ്ങളുടെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ദൈവം അധികാരം തന്നിട്ടുണ്ട്. കേട്ടുകൊണ്ട് നടക്കാനല്ല, പ്രവർത്തിക്കുവാനാ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞാൽ അതിനെ കെട്ടിനെ അഴിച്ചോണം. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്ത് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനല്ല, നിനക്കെതിരായി വരുന്ന ഏതിനെയും കീഴടക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? ആമേൻ. ഗോലിയാത്ത് വന്നപ്പോൾ ഓടിയ ദാവീദല്ല, ഗോലിയാത്തിനെ ജയിച്ച ഒരു ദാവീദ. ശത്രുവിന്റെ മുന്നിൽ ആമേൻ കല്ലറയിൽ അടച്ചപ്പോൾ കല്ലറയ്ക്കകത്ത് ഇരിക്കുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. കല്ലറകളെ ഭേദിച്ച്
ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. നിനക്കെതിരായി ആമീൻ. അതുകൊണ്ടാണ് പറയുന്ന പീലാത്തോസിന്റെ അരമനയിൽ ചെന്നിട്ട് പറയുക, അവൻ ജീവിച്ചിരിക്കുമ്പോ, ആ കള്ളൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന്. ആമീൻ. അവന്റെ കല്ലറയെ ബലപ്പെടുത്തണം, അവന്റെ കല്ലറയെ ബലപ്പെടുത്തണം. ആമീൻ. കാവൽക്കാരെ വെക്കണം. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടു. ആമീൻ. ഗവൺമെന്റിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കാവൽക്കാരെ മുഴുവനാക്കിയിട്ടോ. ആമീൻ. നസ്രായൻ പറഞ്ഞെങ്കിൽ, നസ്രനാ പറഞ്ഞെങ്കിൽ, ആമീൻ, ശത്രുവിന്റെ മുന്നിൽ ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ, യേശു കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, ഉയർത്തെഴുന്നേറ്റവനെ ആരാധിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആമീൻ വെളിപ്പെടേണ്ട ദൈവശക്തി, ആമീൻ വെളിപ്പെടേണ്ട ദൈവശക്തി. നിനക്കെതിരായി ചലിക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ, ആമീൻ, നിനക്കെതിരായി ചലിക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, അതിന്റെ കെട്ടുന്ന ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സഭയ്ക്കെതിരായി സഭയുടെ ദൈവമക്കൾക്കെതിരായി ചലിക്കപ്പെടാൻ നിൽക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെടട്ടെ. ആമീൻ. മാനസാന്തരപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, നിനക്കെതിരായി പറയുന്ന അപവാദങ്ങൾക്കപ്പുറം സ്വർഗത്തിലെ ദൈവം നിനക്ക് വഴി തുറക്കാൻ പോവുക. ആമീൻ. ഒരു പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ യോസേപ്പ് ഒരു നിന്ന കേട്ടെങ്കിൽ അപ്പുറേ രാജകൊട്ടാരം പൊത്തിപ്പേറിന് വേണ്ടി യോസേപ്പിന് വേണ്ടി ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നക്കപ്പുറേ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ വാതിലുകളെ തുറന്നിട്ടുണ്ട്. ഓ, വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. നിന്റെ കഴിവല്ല കേട്ടോ, നിന്റെ പ്രാപ്തിയല്ല, ഒറ്റ കാരണത്താൽ ഞാൻ ദൈവത്തിന്റെ വചനത്തെ കാട്ടു, അവന്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനത്തെ കാക്കുന്നവരോട് ഞാൻ പറയാ, വചനത്തെ നിഷേധിക്കാത്തവരോട് ഞാൻ വിളിച്ചു പറയാ. വചനം പ്രസംഗിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പുറകോട്ടെറിയുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യൻ എൻ്റെ തലമേൽ കയറി ഓടുമാറാക്കിയാലും എന്നെ അവൻ വിളിച്ച് സമൃദ്ധിയിലേക്ക്. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സങ്കീർത്തനക്കാരൻ മനുഷ്യൻ എൻ്റെ തലമേൽ കയറി ഓടുമാറാക്കി, എന്നാലും അവൻ എന്നെ വിളിച്ചത് സമൃദ്ധിയിലേക്ക്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുക. നിങ്ങൾ വചനം കാക്കുന്നവരാണെങ്കിൽ, ആമേൻ, അവൻ്റെ നാമത്തോട് നിഷേധം കാണിക്കാത്തവരാണെങ്കിൽ, അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ആമേൻ, അവൻ്റെ നാമത്തിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഓ, ഇന്ന് പകൽക്കാലമാണ് ചിലരോട് മറുപടി പറയാൻ മേലാതിരിക്കുന്നത്, അവൻ ചിലതിനോട് എതിർക്കാൻ മേലാതിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണെങ്കിൽ ഇന്ന് പകലിനടുത്ത് ചില നാവിനെ സ്വർഗത്തിലെ ദൈവം അടച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്നെ വിളിച്ച് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അതിന് ഉള്ളം കയ്യിൽ വരച്ച രേഖ പോലെ, ആമി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഞങ്ങളോട് ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നവരാകണം, വചനത്തെ കാക്കുന്നവരാകണം. ദൈവനാമം നിഷേധിക്കല്ലേ, ദൈവനാമം നിഷേധിക്കല്ലേ. മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അമ്മ അധിക സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. അധിക സമയം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനാ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണെങ്കിൽ, അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ ഫലം കായ്ക്കുകയും നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നുണ്ട്, എൻ്റെ പിതാവ് സന്തോഷിക്കും. എത്ര പേര് ഇന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലും ഞാൻ നിങ്ങളോട് പറയുക, ആമീൻ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ വിശ്വസ്തയോടെ നിൽക്കണം. ആമീൻ, വിശ്വസ്തയോടെ നിൽക്കണം. വചനത്തെ കാക്കണം. നിനക്കെതിരായ ഒരു കാറ്റ് വരാം, നിനക്കെതിരായ അപവാദങ്ങൾ വരാം, പക്ഷെ നീ ഭയപ്പെടേണ്ട. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. സ്വർഗത്തിലെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ കാരണം ചില അവസ്ഥകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. എത്ര പേര് ആമീൻ പറഞ്ഞിട്ട് ചില അവസ്ഥകൾ പരിശുദ്ധാത്മാവ് നിന്നെ ആമീൻ, ചില മേഖലകൾ ദൈവം തുറക്കാൻ പോവുക, ചില വാതിലുകൾ ദൈവം തുറക്കാം. നിന്റെ ശക്തി കുറവാണെങ്കിലും സ്വർഗം നിനക്ക് വേണ്ടി. എല്ലാ കണ്ണുകളും അടച്ചാട്ട് വീവൽക്കനാദിയന്തര. ഓ ഹല്ലേലൂയ റസകോനിയന്തൽ. യേശുവിൻ്റെ നാമത്തിൽ ആമേ സഭ മുഴുവനായി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആമേ കരമൊന്ന് ഉയർത്തി എന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, വചനത്തെ കാത്ത് ആമേ അങ്ങയുടെ നാമം നിഷേധിക്കാതെ
ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എനിക്കെതിരായി വാദിക്കുന്നവരുണ്ട്, എനിക്കെതിരായി അപവാദങ്ങൾ പറയുന്നവരുണ്ട്. ചില ദേശത്തൂടെ ഞങ്ങൾ നടന്നു പോകുന്നത് ചിലർ ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. ചിലർ നിന്ദകൾ കാരണം, ചിലരുടെ പരിഹാസം കാരണം ഞങ്ങൾ ചില ഉറ്റുനോക്കുന്നവരുണ്ട്, ഞങ്ങളെ കളിയാക്കുന്നവരുണ്ട്, ഞങ്ങളെ നിന്ദിക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ നടത്തുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ. ഞങ്ങൾ ഒരടയാളമായി മാറത്തക്ക രീതിയിൽ പത്രോസിനെ ദൈവം ഒരു അടയാളമാക്കിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ദകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ കരം പിടിച്ച് ഞങ്ങളെ ഒന്ന് ഉയർത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ മഹത്വം ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു അത്ഭുത വിടുതലിലേക്ക് സ്വർഗത്തിലെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ഈ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ. ഇവരനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും മാറിപ്പോട്ടെ. ഇവരുടെ ദുഃഖകാലം നീർന്നുപോയി. യഹോവ ഇവർക്ക് നിത്യപ്രകാശമായി മാറട്ടെ. യഹോവ ഇവർക്ക് നിത്യപ്രകാശമായി മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ഈ സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമേ, കരം നീട്ടി മാനിക്കണമേ. ഒരു വലിയ വിശാലത ഇവരുടെ ജീവിതത്തിൽ വരട്ടെ. വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരട്ടെ. വലിയ സൗഖ്യങ്ങൾ വരട്ടെ. വലിയ വിടുതലുകൾ വരട്ടെ. ഇവരുടെ തലമുറകളിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ ഭവനങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ. പുതിയ വാഹനങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ. ഈ ഭൂമിയിൽ എന്താണോ നന്മ വെളിപ്പെടേണ്ടത്, ആ നന്മ മുഴുവനായി ഇവർക്ക് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ശൂന്യമായി പോയത് മുഴുവനും നിറയട്ടെ. ശൂന്യമായ ഭരണികൾ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശൂന്യമായി പോയ ഭരണികൾ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പറയത്തക്ക തലത്തിൽ ഇവരൊരു അടയാളമായി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവർ കടന്നു പോവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. അതേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.